ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ചാ നീ പറഞ്ഞോണ്ടിരിക്കുന്നെ. വിഷ്ണു ഈ രാത്രി എവിടെ പോയെന്നാ നീ പറയുന്നേ? വീട്ടിൽ കാണുന്നില്ലമ്മേ. 1-2 ദിവസമായിട്ട് ഞാൻ വിഷ്ണുവേട്ടനെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും ഒരു ആലോചനയാ. എന്തൊക്കെയോ കാര്യങ്ങൾ ആ തലയിൽ കൂടി ഓടി നടക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടാവോ ഇനി? അതോ നിങ്ങൾ ആരെങ്കിലും ചെയ്ത കുറ്റം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടൻ ഓടി നടക്കുകയാണോ? പറയ, നസീർ മരിച്ചതില് വിഷ്ണുവേട്ടന് പങ്കുണ്ടോ? അതോ നസീറിനെ കൊന്നത് നിങ്ങൾ ആരെങ്കിലും ആണോ? എനിക്ക് ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് പോവും. ഭ്രാന്ത് പിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ വിഷ്ണുവേട്ടനെ ഈ ഊരാ കുടിക്കുന്ന എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അമ്മ പറ, എന്താ ഇവിടെ നടന്നേ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിളിക്കുന്ന സത്യം എന്താ? അത് പിന്നെ മോളെ, നിനക്ക് ഭ്രാന്താണ്. പാതിരാത്രിയിൽ വന്ന് ഇങ്ങനെ പിച്ചും പേയും പറയാൻ. കൊലപാതകം ചെയ്തു എന്നോ? നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ നീ നിന്റെ പോലീസിനെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് അച്ഛനെ അമ്മേനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ച് സത്യം പറയിപ്പിക്കും. അല്ലാതെ ഇങ്ങനെ വന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇനി വിഷു എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നീ അവനോട് തന്നെ ഇന്ന് ചോദിക്കണം. അല്ലാതെ ജോലിയുടെ പവർ കാണിക്കാനായിട്ടേ അച്ഛന്റെ അമ്മേനെ പുറത്ത് കുതിര കയറുകയല്ല വേണ്ടത്. വിഷ്ണുവേട്ടനോട് ചോദിക്കാൻ വിഷ്ണുവേട്ടനെ കിട്ടണ്ടേ? വിരളി പിടിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളോട് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? അമ്മേ, വിഷ്ണുവേട്ടൻ വീട്ടിലില്ല. അച്ഛനും കൂടി ചേർന്ന് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല, ഒരു പേടിയാ. ഏതെങ്കിലും വലിയ ചതിയില് വിഷ്ണുവേട്ടൻ പെട്ടുപോകുന്നുള്ളൊരു പേടി. അമ്മേ, അമ്മയെങ്കിലും പറ, ഇവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടോ? അതില് വിഷ്ണുവേട്ടനോ നിങ്ങൾക്കോ എന്തെങ്കിലും പങ്കുണ്ടോ? പറ അമ്മേ, ഉണ്ടോന്ന്? ഇല്ലടി, നീ ചിന്തിച്ചു കൂട്ടുന്ന പോലെ ഒന്നും ഇല്ല. ശരി, എങ്കി അമ്മ ഇവിടെ അങ്ങനൊന്നും നടന്നിട്ടില്ലെന്ന് അച്ഛന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. അമ്മ എന്താ മടിക്കുന്നേ? അപ്പൊ എന്തോ നടന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല മോളെ. വിഷ്ണു ഒന്നും ചെയ്തിട്ടില്ല. പോരെ? സത്യം.